സിനിമ അവാർഡിൻ്റെ വാർത്തകളൊക്കെ പുറത്തു വന്നു, ചർച്ചകളൊക്കെ തുടങ്ങി. എന്താ തോന്നുന്നത്? ഇടത്തോട്ട് ചെരിഞ്ഞു കണ്ണടച്ച് ഇരുട്ടാക്കിയ ചിലരെ എനിക്കറിയാം. അതെന്താ? ഇത് പ്രശസ്ത സംവിധായകൻ 2018 എന്ന് പറയുന്ന കേരളത്തിലെ എല്ലാ മലയാളികളും കണ്ടു കഴിഞ്ഞൊരു സിനിമ അല്ലേ? കണ്ടതല്ല, അനുഭവിച്ച സിനിമയാണ്. അവരുടെ അനുഭവത്തിൻ്റെ നേർസാക്ഷ്യമായ ചിത്രീകരണമായ സിനിമയായിരുന്നു. അതിൻ്റെ സംവിധായകനായ ജൂഡ് ആൻ്റണി ജോസഫിൻ്റെ ഒരു കുറിപ്പാണ്. ഈ കുറിപ്പ് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് കേൾക്കണം. അത് ആ സിനിമയുടെ നിർമ്മാതാവായ വേണു കുന്നപ്പള്ളി അറിയാം. വളരെ പെട്ടെന്ന് മലയാളത്തിൽ വന്ന് മാമാങ്കം തുടങ്ങി, മാളികപ്പുറം, 2018 ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന രേഖാചിത്രം, കുതിര തുടങ്ങി വരാൻ പോകുന്ന സിനിമകളുടെയൊക്കെ നിർമ്മാതാവാണ്. അദ്ദേഹം പ്രവാസി വ്യവസായിയാണ്, എഴുത്തുകാരനാണ്. നമ്മുടെ ഒരു ചാനലിൽ മുമ്പൊരിക്കലും ഇൻ്റർവ്യൂവിന് വന്നിരുന്നത്. വേണു കുന്നപ്പള്ളിയാണ് 2018 എന്ന സിനിമയുടെ നിർമ്മാതാവ്. അദ്ദേഹം ഇന്ന് FBയിൽ 3 മണിക്കൂർ മുമ്പ് ഒരു കുറിപ്പിട്ടു. അത് ഞാൻ വായിക്കാം. എന്തിലും ഏതിലും വർഗീയതയും രാഷ്ട്രീയവും മാത്രം കാണുന്ന തമ്പ്രാക്കളുടെ പകയിൽ മോഹങ്ങൾ മോഹഭംഗങ്ങളായും സ്വപ്നങ്ങൾ ദിവാസ്വപ്നങ്ങളായും പ്രതീക്ഷകൾ നഷ്ടബോധങ്ങളായും എരിഞ്ഞടങ്ങുമ്പോൾ നിരാശയുടെ തേരിലേറി വിധിയെ പഴിക്കാതെ പകയേതുമില്ലാത്തവർ വരുന്ന ആ സുന്ദര പുലരിക്കായി കാത്തിരിക്കാമെന്നല്ലാതെ എന്തു പറയാൻ. ബ്രാക്കറ്റിൽ അല്ല പിന്നെ. ഇങ്ങനെ വേണു കുന്നപ്പള്ളി ഒരു കമൻ്റ് ഇട്ടിരുന്നു. അതിപ്പോൾ ഒരു 3 മണിക്കൂറേ ആയിട്ടുള്ളൂ. അത് ഒരുപാട് ആളുകൾ കാണുകയും അതിൻ്റെ താഴെ കമൻ്റ് ഇടുകയും ചെയ്യുന്നത്. വേണു കുന്നപ്പള്ളിയുടെ ഈ പോസ്റ്റിന് താഴെയാണ് ജൂഡ് ഈ കമൻ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സിനിമയെ സംബന്ധിച്ച് സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും ഒരേപോലെ അവരുടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു ഈ അവാർഡിനെക്കുറിച്ച്. നമ്മളൊന്ന് ആലോചിച്ചു, 2018 എന്നുള്ള സിനിമ ഈ അവാർഡ് നിശ്ചയിക്കപ്പെട്ട കാലത്തെ ഏറ്റവും ജനപ്രിയ സിനിമയാണ്. അതെ അല്ലേ? തിയേറ്ററുകളിൽ മലവെള്ളം പോലെയാണ് ജനം വന്നത്. കാരണം ആ സിനിമ എന്ന് പറയുന്ന എല്ലാ മലയാളിക്കും അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ച ഏതെങ്കിലും ഒരു മുഹൂർത്തം അതിനകത്തുണ്ടായിരുന്നു. ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ആയി പോകാവുന്ന സിനിമയെ ത്രസിപ്പിക്കുന്ന മുഹൂർത്തങ്ങളിലൂടെ ചിത്രീകരിച്ച് അതിമനോഹരമായി നിർമ്മിച്ചൊരു സിനിമയാണ്. ആ സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫേർട്ട് എന്ന് പറഞ്ഞാൽ അറിയാമോ? വൈക്കത്തിനടുത്ത് മുറിഞ്ഞപുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് സിനിമ ഷൂട്ട് ചെയ്തത്. ഏതാണ്ട് 10-15 ഏക്കർ സ്ഥലത്ത് ഒരു വാട്ടർ ടാങ്ക് ഉണ്ടാക്കി, ഒരു ഗ്രാമം ഉണ്ടാക്കി, പള്ളിയും പോസ്റ്റ് ഓഫീസും ഇതൊക്കെയുള്ള ഒരു ഗ്രാമം ഉണ്ടാക്കി. അതുകൂടാതെ ആ മൂവാറ്റുപുഴ ആറിൻ്റെ ഒരു കൈവഴിയോട് ചേർന്നുള്ള പ്രദേശത്ത് കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു വാട്ടർ ടാങ്ക് ഉണ്ടാക്കി. അതിനകത്താണ് പ്രളയം ചിത്രീകരിച്ചത്. സാധാരണ പ്രളയമൊക്കെ ഗ്രാഫിക്സ് ആയിരുന്നു കാണിക്കുന്നത്. ഇതാ ഒറിജിനലായിട്ട് ചിത്രീകരിച്ചു. അതിനിടയ്ക്ക് ഈ അണ്ടർ വാട്ടർ സീൻ ചിത്രീകരിക്കാൻ സെപ്പറേറ്റ് ഒരു ടാങ്ക് ഉണ്ടാക്കി. അതിനകത്താണ് നായകൻ മുങ്ങിപ്പോവുകയും അവസാനം കാല് കുടുങ്ങി മരിക്കുകയും ചെയ്യുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അത് വേണമെങ്കിൽ വിദേശത്ത് കൊണ്ടുപോയി ചിത്രീകരിക്കാനായിരുന്നു. പക്ഷേ ഒറിജിനാലിറ്റി വേണം എന്ന് കരുതി നിർമ്മാതാവിൻ്റെ വാശി കൊണ്ട് അതിന് സെപ്പറേറ്റ് ടാങ്ക് ഉണ്ടാക്കി. ആ ടാങ്ക് വെള്ളം നിറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം നിറച്ചപ്പോൾ ടാങ്ക് പൊട്ടിപ്പോയി. വീണ്ടും കൺസ്ട്രക്ട് ചെയ്തു. അങ്ങനെ ഇതിൻ്റെ സെറ്റ് ഇടുന്നതിന് പോലും വലിയ ചിലവാക്കിയത്. അപ്പോൾ സെറ്റ് ഇടുന്നത് ഒരു സിനിമയുടെ ക്വാളിറ്റിയെ സ്വാധീനിക്കും എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതിൻ്റെ മുന്നിലെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ആ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടീനടന്മാരെല്ലാം വെള്ളത്തിലായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ആ സിനിമയുടെ ചിത്രീകരണം നടക്കുമ്പോൾ ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് ഈ സെറ്റിലുള്ളവർക്ക് ചായ കൊണ്ടുപോകുമല്ലോ, ചായ കൊണ്ടുപോകുന്ന ആൾ അരയ്ക്കൊപ്പം വെള്ളത്തിലായിരുന്നു. കാരണം വാട്ടർ ടാങ്കിനകത്താണ് 16ഓളം ഏക്കർ ഭൂമിയിലുണ്ടാക്കിയ വാട്ടർ ടാങ്കിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ചായ കൊണ്ടുപോകുന്ന തെർമോക്കോളിൻ്റെ വലിയൊരു കഷ്ണം വെച്ചിട്ട് അതിൻ്റെ മീതെ ചായയും പഴംപൊരിയും വെച്ചുകൊണ്ട് വെള്ളത്തിൽ കൂടെ തള്ളിക്കൊണ്ടുപോകായിരുന്നു. അങ്ങനെ വലിയ അധ്വാനം. ആളുകൾ രാപ്പകൽ വെള്ളത്തിലായിരുന്നു, മഴ വെള്ളമൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു ഹെലികോപ്റ്ററൊക്കെ ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നു 15-20 ലക്ഷം രൂപ മുടക്കി ഒരു ഹെലികോപ്റ്ററിൻ്റെ മാതൃക ഉണ്ടാക്കി അത് കെട്ടി കൊടുത്തിട്ടാണ് ഹെലികോപ്റ്റർ സീനൊക്കെ ചിത്രീകരിച്ചത്. ആ ഹെലികോപ്റ്റർ ചെറായി ബീച്ചിൽ വെക്കുമെന്നൊക്കെയാണ് നിർമ്മാതാവ് പറഞ്ഞിരുന്നത്. കൊടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. അത് എനിക്ക് അതിൻ്റെ സ്റ്റാറ്റസ് എനിക്കറിയാം. ഏതായാലും അതിനുശേഷം ആ സിനിമ അവതരിപ്പിച്ചപ്പോൾ ആ സിനിമ വലിയ തോതിൽ ജനം സ്വീകരിച്ചു. അതെ. പക്ഷേ അതിന് ശേഷം വന്ന ചില വിവാദങ്ങളുണ്ടല്ലോ. ആ സിനിമയ്ക്ക് നേരെ ചില സംഘടിതമായ ചില ആക്രമണങ്ങളുണ്ടായി. ഒന്ന്, ഒരു പള്ളി കാണിച്ചു. പള്ളിയിൽ ഇടയ്ക്കിടയ്ക്ക് യേശുദേവൻ്റെ ചിത്രം കാണിക്കുന്നു, പ്രതിമ കാണിക്കുന്നു. അപ്പോൾ അത് ക്രിസ്ത്യാനികളെ മാത്രം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ. പള്ളി മണിയടിച്ചപ്പോൾ വൈദികൻ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് കേരളത്തിൻ്റെ സൈന്യം എന്ന തരത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞ് ചില ആളുകളെ ചുടിപ്പിച്ചു. ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, പള്ളി മാത്രമേ ഉള്ളോ, ക്രിസ്ത്യൻ പള്ളി മാത്രമല്ല മുസ്ലിം പള്ളിയൊക്കെ ഉണ്ടായിരുന്നു, അത് കാണിക്കുന്നില്ല എന്ന് പറയുന്നു. രക്ഷാപ്രവർത്തനം നടത്തിയത് മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല എന്ന് പറയുന്നു. ഇങ്ങനെ പരാതികളുടെ പ്രവാഹമായിരുന്നു. നെഗറ്റീവ് കമൻസ് ഉണ്ടാക്കി. കാരണം ഒരു മതവിഭാഗത്തിന് ക്രിസ്ത്യാനികളെ മുഴുവൻ
ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു എന്ന തരത്തിലൊരു ആക്ഷേപം ഉന്നയിക്കാൻ ആ സിനിമയ്ക്ക് നേരെ ചില കുബുദ്ധുകൾ തയ്യാറായി വന്നു. അവിടെയും തീർന്നില്ല. അതിനകത്ത് കാണിക്കുന്നത് ഇത്രയൊരു വലിയ ദുരന്തം വന്നപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുപോയൊരു മുഖ്യമന്ത്രിയെ കാണിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയമായും ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇരട്ടച്ചങ്കോ 2-3 ചങ്കൊക്കെ ഉണ്ടെന്ന്, അത് ഇരട്ടച്ചങ്കൻ എന്നുള്ള പ്രയോഗം പോലും ഈ CPM-കാരുടെ അല്ല. ജോഷിയുടെ സിനിമയില്ലേ, ലേലം സിനിമ, സുരേഷ് ഗോപിയുടെ സിനിമയ്ക്കകത്ത് ചാക്കോച്ചിയെക്കുറിച്ചാണ് ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്നത്. അതിപ്പോൾ സുരേഷ് ഗോപിയായിട്ടൊരു ബന്ധമില്ല, ആ സിനിമയായിട്ടും ബന്ധമില്ല. രാഷ്ട്രീയക്കാരങ്ങ് ഏറ്റെടുത്തു ഇരട്ടച്ചങ്കൻ. ഇരട്ടച്ചങ്കോ പരട്ടച്ചങ്കോ എന്തെങ്കിലും ആട്ടെ, നമ്മുടെ വിഷയം അതല്ല. അത് മുഖ്യമന്ത്രി ഇങ്ങനെ എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചിരിക്കുന്ന പോലെ ചിത്രീകരിച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ബഹുമാന്യനായ പിണറായി വിജയനെ അപമാനിക്കാനാണെന്നുള്ള ഒരു കാമ്പയിൻ സൈബർ സഖാക്കൾ അഴിച്ചുവിട്ടു. ഇല്ലാത്തൊരു സാധനം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കി ശരിക്കും അന്ന് അതിനിടയ്ക്ക് ഈ KSCB അധികൃതരുടെ കെടുകാര്യസ്ഥത കൊണ്ടാണ് ഈ പ്രളയം ഉണ്ടായതെന്ന് പറയാതെ പറയുന്ന ചില രംഗങ്ങളും ആ സിനിമയ്ക്കകത്തുണ്ട്. കാരണം ഇത് എല്ലാവർക്കും ഇപ്പോൾ അറിയാം, ആർക്കും പറയും. ഇവിടെ കേരളത്തിൽ പ്രതിപക്ഷം എന്ന് പറയുന്നൊരു സംഗതി ഇല്ലാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ പ്രളയം ഉണ്ടായതിനെക്കുറിച്ച് ഒരു പഠനവും ഈ 2018 പ്രളയം ഉണ്ടായതിനു ശേഷം കേരളത്തിൽ വന്നിട്ടില്ല. സാധാരണ ഒരു വലിയ ഡാമേജ്, ഇപ്പം നമ്മളിപ്പം മുണ്ടക്കൈ ദുരന്തം ഉണ്ടായി, മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് അതിനകത്ത് എക്സ്പെർട്ട് കമ്മീഷനെയൊക്കെ വെച്ചിട്ട് പഠിക്കുന്നത്. എന്തുകൊണ്ടാണ് 2018 ഈ പ്രളയമുണ്ടായത് എന്നതിനെക്കുറിച്ച് ഒരു പഠനവുമില്ല, ഒരു പഠന റിപ്പോർട്ടും ഇല്ല. പഠിക്കണമെന്ന് ആർക്കും താല്പര്യമില്ല. പ്രതിപക്ഷമാവട്ടെ, എന്താ ഇവിടെ പ്രതിപക്ഷം ഇല്ലല്ലോ. ഈ പ്രതിപക്ഷത്തിന് എന്തുകൊണ്ട് ഈ ദുരന്തം ഉണ്ടാകുകയാണ്ട് 542 പേരോ മറ്റാണ് അന്ന് മരിച്ചത്. എത്രായിരം കോടി രൂപയുടെ നാശനഷ്ടമാണ്. തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളെ അഫക്റ്റ് ചെയ്തു. പ്രത്യേകിച്ച് ഞാൻ ഈ ഇടയ്ക്ക് അത് കഴിഞ്ഞിട്ടൊരു ബൈ ഇലക്ഷൻ വന്നിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അന്ന് ബൈ ഇലക്ഷനിൽ അവിടെ മത്സരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഒന്ന് പോയിരുന്നു. അപ്പോൾ ഞാൻ ബുധനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹത്തെ കണ്ടത്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ബുധനൂർ വെച്ച് കാണാമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ നിൽക്കുമ്പോൾ ഒരു 2 നില കെട്ടിടം അവിടെയുണ്ട്. അവിടെ നിന്ന് നിൽക്കുമ്പോൾ ഞാൻ വെറുതെ പ്രളയത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഒരാൾ പറയുക, ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ കൂടെ വെള്ളമായിരുന്നു. 2 നില കെട്ടിടത്തിൻ്റെ മുകളിലൂടെ. നമ്മുടെ ആലുവയിലുണ്ട്. എന്തിനാണ് ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ അപ്പുറത്ത് പോയ ആലുവയിൽ 2-3 നില കെട്ടിടങ്ങൾ വെള്ളത്തിനടിയിലായിരുന്നു. അപ്പോൾ കേരളത്തിൽ ഈ പ്രളയം ബാധിക്കാത്ത ആരുമില്ല. എത്ര കോടി രൂപയുടെ ഈ പറയുന്ന ഞാൻ പോലും വിക്റ്റിമാണ്. എൻ്റെ നാട്ടിലെ വീട്ടിൽ ഒരു പ്രളയം കഴിഞ്ഞപ്പോൾ ഒരു തുണിക്കഷ്ണം ഉണ്ടായിരുന്നില്ല എടുക്കാൻ. എല്ലാം നഷ്ടപ്പെട്ടു പോയി, എല്ലാം പോയി. അങ്ങനെ വല്ലാതെ ഇത് ബാധിച്ച ആളുകളാണ് കേരളത്തിലെ ജനത. അതുകൊണ്ട് തന്നെ തങ്ങൾ അനുഭവിച്ച തീഷ്ണമായ നൊമ്പരങ്ങളുടെ പീഡകളുടെ പ്രകൃതി നൽകിയൊരു പീഡയാണ് അല്ലേ, പ്രകൃതിയോട് കാണിച്ച അനീതികൾക്ക് തന്ന ഒരു തിരിച്ചടിയാണ്. മഴ പുഴയും കൂട്ടി വന്നതാണ് നമ്മുടെ വീടുകളിലേക്ക്. അങ്ങനെ തന്ന അതിൻ്റെ തീഷ്ണമായ അനുഭവങ്ങളുടെ ഒരു ചിത്രീകരണം എങ്ങനെയെന്നറിയാൻ നമ്മുടെ തിയേറ്ററുകളിലേക്ക് ആളുകൾ പ്രളയം പോലെയാണ് വന്നത്. ഇഷ്ടം പോലെ. അത് എനിക്ക് തോന്നുന്നു 2018 സിനിമ കേരളത്തിലെ 90% ആളുകളും കണ്ടു. ഇങ്ങനെ ആളുകൾ കണ്ടൊരു സിനിമയില്ല. ഈ സിനിമയെ ഒരു ജനപ്രിയ സിനിമ, ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമയായി പോലും പരിഗണിക്കാൻ ഈ അവാർഡ് കഴിഞ്ഞിട്ടില്ല. സാധാരണ ഇതിൽ അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നതാണ് ജനപ്രിയ. അതാണ് നമുക്കറിയാം, ഒരു വർഷം ഏറ്റവും കൂടുതൽ കാണുന്ന സിനിമ ഏതാണ്? ഇത് മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയ്ക്കും അങ്ങനെയായിരുന്നു അല്ലേ? മാളികപ്പുറം അതുപോലെ ഭയങ്കര ഹിറ്റായ ഒരു സിനിമയായിരുന്നു, പക്ഷേ വലിയ സീറ്റ്. പക്ഷേ ആ സിനിമയെക്കുറിച്ച് ആരും മാളികപ്പുറം എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ പോലും കുഴപ്പമായി. കാരണം അത് ശബരിമല അയ്യപ്പനെ അനുകൂലിക്കുന്ന, അയ്യപ്പനെ കുറിച്ച് പറയുന്ന, അയ്യപ്പൻ്റെ അപദാനങ്ങൾ വാഴ്ത്തുന്ന ഒരു സിനിമയായതുകൊണ്ട് ആ സിനിമ വെറുക്കപ്പെട്ട സിനിമയായി. മാളികപ്പുറം സിനിമയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ ഏതെങ്കിലും ഇതര മതത്തെയോ കുറ്റപ്പെടുത്തുന്ന ഒന്നുമില്ല. എന്നാൽ മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതിനകത്ത് മനോജ് ജയൻ അവതരിപ്പിച്ച ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ വേഷമൊക്കെ മുസ്ലിം സമുദായത്തിലുള്ളപ്പെട്ട ആളുകളും എങ്ങനെ ഇതിനോട് ബന്ധപ്പെടുന്നു എന്നൊക്കെ വളരെ മനോഹരമായി ചിത്രീകരിച്ച സിനിമയാണ്. അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമ. ആ സിനിമയ്ക്ക് അവാർഡില്ല. ആ സിനിമയിൽ അഭിനയിച്ച കുട്ടിക്ക് അവാർഡ് ഉണ്ടായിരുന്നില്ല. അതെ. ഇപ്പോൾ കേന്ദ്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിനകത്ത് ശ്രീപത്ത് എന്ന് പറഞ്ഞ കുട്ടിക്ക് അവാർഡുണ്ട്. സംസ്ഥാന അവാർഡിന് അതിൽ അഭിനയിച്ച 2 കുട്ടികൾക്കും പരിഗണിച്ചിട്ടില്ല. മറ്റൊരു കുട്ടിക്കാണ് കിട്ടിയത്. മറ്റൊരു കുട്ടിയുടെ അഭിനയം മോശമാണെന്നല്ല പറഞ്ഞത്. വേണമെങ്കിൽ ഇപ്പോൾ ഉർവശിക്ക് ഒപ്പം അവാർഡ് പങ്കിട്ട് കൊടുത്ത പോലെ മറ്റേ കുട്ടിക്കും അതിനകത്ത് അഭിനയിച്ച കുട്ടികൾക്ക് പങ്കിട്ട് കൊടുക്കാമായിരുന്നു. അസാധാരണമായ അഭിനയമായിരുന്നു. അന്ന് ചില ആളുകളൊക്കെ പറഞ്ഞെന്നറിയോ, ഇതിൽ അഭിനയിച്ച ആ പെൺകുട്ടി വല്ലാത്ത പക്വതയോടെ സംസാരിച്ചു. അതൊരു കുറവാണ്. ഒരു കുട്ടി നന്നായി പഠിക്കുന്ന സ്റ്റുഡിയസ് ആയിട്ടുള്ളൊരു കുട്ടി പക്വതയോടെ സംസാരിക്കുന്നു. അതുകൊണ്ട് ആ കുട്ടിയെ അംഗീകരിക്കുക. ആ കുട്ടിയോട് ഭയങ്കര ഹേറ്റ് ക്യാമ്പയിൻ നടന്നു കേരളത്തിൽ. അപ്പോൾ ഇപ്പം ഞാൻ ഇപ്പോൾ വായിച്ച കുറിപ്പില്ലേ, നമ്മുടെ നിർമ്മാതാവ് എഴുതിയ അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഒന്നുകൂടെ വായിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അതൊന്നുകൂടെ വായിക്കാം ഞാൻ. എന്തിലും ഏതിലും വർഗീയതയും രാഷ്ട്രീയവും മാത്രം കാണുന്ന തമ്പ്രാക്കളുടെ പകയിൽ
ശരിയല്ലേ? അപ്പം ഈ നിർഭാഗ്യവശാൽ, അങ്ങനെ തന്നെ പറയണം, നിർഭാഗ്യമൊന്നുമില്ല, ഞാൻ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഹേറ്റ് കൊണ്ട് പറഞ്ഞാണ് നിർഭാഗ്യം. ശരി, ഭാഗ്യവശാൽ ആ 2 സിനിമ 2018 മാളികപ്പുറവും നിർമ്മിച്ചത് വേണു കുന്നപ്പള്ളിയാണ്. എന്തിലും ഏതിലും വർഗീയതയും രാഷ്ട്രീയവും മാത്രം കാണുന്ന തമ്പ്രാക്കളുടെ പകയിൽ നോക്കൂ, ഈ 2 സിനിമയ്ക്കകത്തും എന്ത് രാഷ്ട്രീയമാണ്, എന്ത് വർഗീയതയുള്ളത്? അത് കാണുന്നവരുടെ അവരുടെ പകയിൽ മോഹങ്ങൾ മോഹഭംഗങ്ങളായും സ്വപ്നങ്ങൾ ദിവാസ്വപ്നങ്ങളായും പ്രതീക്ഷകൾ നഷ്ടബോധങ്ങളായും എരിഞ്ഞടങ്ങുമ്പോൾ നിരാശയുടെ തേരിലേറി വിധിയെ പഴിക്കാതെ പകയേതുമില്ലാത്തവർ വരുന്ന ആ സുന്ദര പുലരിക്കായി കാത്തിരിക്കാമെന്നല്ലാതെ എന്ത് പറയാൻ. എന്നിട്ട് ഒരു സൂര്യോദയത്തിൻ്റെ ചിത്രമാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. 2012 കുറിച്ച് പറയുമ്പോൾ നമ്മൾ മറക്കാൻ പാടില്ലാത്ത വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ സിനിമ ഓസ്കാറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയിൽ നിന്നുള്ള ഏക എൻട്രി ആയിരുന്നു. 2018 കേരളത്തിലെ ഇത്തവണ അവാർഡിന് പരിഗണിക്കണം എന്ന് പറയേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിലാവട്ടെ അല്ലെങ്കിൽ ദേശീയ അവാർഡാവട്ടെ പരിഗണിക്കപ്പെടേണ്ടിയിരുന്നതിൻ്റെ ഒരു മാനദണ്ഡം, ഇന്ത്യൻ സിനിമകളിൽ RRR പോയി ഓസ്കാർ നേടി വന്നല്ലോ, അതിനുശേഷം നമ്മുടെ ഒരു സിനിമ ഡയറക്റ്റായിട്ട് എൻട്രി കിട്ടുന്ന മലയാളത്തിൽ നിന്ന് 2018 ഒരുപക്ഷെ വടക്കേ ഇന്ത്യൻ അവാർഡുകൾക്ക് അത് മറ്റും ഒരുപാട് മാനദണ്ഡങ്ങളുണ്ടാവും. പക്ഷെ കേരളത്തിന് അഭിമാനകരമല്ലേ? നമ്മുടെ നാട്ടിലെ ആളുകൾ അഭിനയിച്ച് നിർമ്മിച്ച് ടെക്നീഷ്യന്മാർ ഉൾപ്പെടെ എല്ലാവരും കേരളത്തിലെ ആളുകൾ, കേരളത്തിൻ്റെ ഒരു പ്രോഡക്റ്റ് അല്ലേ, അത് ലോക സിനിമാ മാർക്കറ്റിന് മുന്നിൽ അന്താരാഷ്ട്ര മത്സരത്തിന് പോയി എന്ന് പറയുന്ന ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. സിനിമ കാണുമ്പോൾ തന്നെ ടെക്നിക്കലി ഒരുപാട് അതെ, ആ സിനിമ ഒരു കൊമേഴ്സ്യൽ സിനിമയാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ ഡോക്യുമെൻ്ററി ആയി പോകാവുന്നൊരു സിനിമ കൈയടക്കത്തോടെ ചൂട് ചെയ്തു. അതിന് പണം ഒരുപാട് വേണ്ടി വന്നു. പണം മുടക്കി നല്ല സിനിമ ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിർമ്മാതാവും ഒരു കോംപ്രമൈസും ചെയ്തില്ല. അത്ര നന്നായി ചെയ്ത മലയാളത്തിൻ്റെ അഭിമാനമായ ഒരു സിനിമയെ തഴയുക എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. കാരണം നമ്മുടെ ഇത് എല്ലാവരും പറയും ഇത് കേരളമാണെന്നൊക്കെ പറയും. ഈ കേരളത്തിൽ ഇതൊക്കെയാണ് നടക്കുന്നത്. ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, നമ്മുടെ ഈ സാഹിത്യ അക്കാദമിയൊക്കെ ഉണ്ടല്ലോ, സാഹിത്യ അക്കാദമിയൊക്കെ ഇടതുപക്ഷം വരുമ്പോഴത്തേക്ക് അവരുടെ ആളുകളൊക്കെ പിടിച്ച് ഏറ്റവും നല്ല അരിവെപ്പുകാരെയും വിറക് വെട്ടികളൊക്കെ അവരുടെ ആളുകളാക്കും. അവരെയൊക്കെ ഇരുത്താനുള്ള ലാവണമാണ്. കേന്ദ്ര സർക്കാർ അങ്ങനെ ചെയ്യുന്നില്ല. ഫിലിം സെൻസർ ബോർഡ് ആവട്ടെ, കേന്ദ്ര സാഹിത്യ അക്കാദമി ആവട്ടെ, ഇവർ പറയുന്ന ഫാസിസ്റ്റായ നരേന്ദ്രമോദി അവരുടെ ആളുകളെന്നും പിടിച്ചാക്കുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. ഈ UDFൻ്റെ കാലത്ത് സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയത് ഈശ്വരമാരുടെ പുസ്തകത്തിനാണ്, രാജൻ കേസിനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിനാണ്. കോൺഗ്രസ് ഭരണകാലത്താണ് രാജൻ കൊല്ലപ്പെട്ടത് അല്ലേ? അതെ. ആ പുസ്തകത്തിന് സാഹിത്യ അക്കാദമി കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് അവാർഡ് കൊടുത്തു. CPMൻ്റെ കാലത്ത് TP ചന്ദ്രശേഖരൻ്റെ ഭാഗത്തെക്കുറിച്ച് എഴുതിയൊരു പുസ്തകം അവാർഡ് കമ്മിറ്റി പരിഗണിക്കുമോ? പഞ്ചായത്തിൽ. ഇതാണ് വ്യത്യാസം. അതായത് കോൺഗ്രസ്സുകാർക്കുള്ള ക്വാളിറ്റി പോലും ജനാധിപത്യ ബോധം പോലും നിഷ്പക്ഷമായി സിനിമ, കല, സാഹിത്യം ഇതിലൊക്കെ നിഷ്പക്ഷത വേണമെന്നുള്ള കോൺഗ്രസ്സുകാർക്കുള്ള വീക്ഷണം പോലും ഈ ഗുൽമോഹർ സ്വപ്നങ്ങളും ലോകമേ തറവാട്, ലോകം മുഴുവൻ മനുഷ്യൻ്റെ സംഗീതം കേൾക്കണം, തേങ്ങാക്കൊലയാണെന്നൊക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടാകത്തില്ല. ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് മലയാളത്തിൻ്റെ മഹിമ, മലയാള സിനിമയുടെ കരുത്ത്, മലയാള സിനിമയുടെ പുതിയ ഭാവം ലോകത്തിന് പരിചയപ്പെടുത്തിയ ഈ സിനിമയെ നഗ്നമായി തഴഞ്ഞത്. കാരണം ഇവിടെ എല്ലാം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമില്ലാതെ ഒന്നുമില്ല. കുടിക്കുന്ന വെള്ളത്തിനും ശ്വസിക്കുന്ന വായുവിനും രാഷ്ട്രീയം മാത്രം കാണുന്ന വൃത്തികെട്ട ഒരു ജനതയാണ് കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ. മുഴുവൻ പേരൊന്നുമല്ല. അതിനെ ആ ജനതയ്ക്കൊത്ത് നിൽക്കുന്ന ഒരു സർക്കാരും കൂടെ ഉണ്ടായാൽ നല്ല കലാസൃഷ്ടികൾ എങ്ങനെ അംഗീകരിക്കപ്പെടും? സിനിമാ അവാർഡിൻ്റെ കാര്യത്തിൽ വലിയ നന്ദികേടാണ് കേരളത്തിലെ ഈ സിനിമയോട് അധികൃതർ ചെയ്തിരിക്കുന്നത്. നിസ്സാരമായി തട്ടിക്കളയും. അതിൻ്റെ വലിയ എഫേർട്ട്. ഈ സിനിമ ഇന്ത്യയിൽ നിന്ന് ഒഫീഷ്യലി ഓസ്കാറിന് എൻട്രി കിട്ടണമെങ്കിൽ അതൊരു ക്വാളിറ്റി സിനിമയായിട്ടുള്ള ആയതുകൊണ്ടല്ലേ? ഉറപ്പായിട്ടും ആ ക്വാളിറ്റിയുള്ള സിനിമയെ ഇവിടുത്തെ അവാർഡിന് പരിഗണിക്കാൻ പറ്റില്ല, ദേശീയ അവാർഡിനും പറ്റില്ല, സംസ്ഥാന അവാർഡിനും പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാനദണ്ഡം എന്താ? ഇന്ത്യയിലെ ഏറ്റവും നല്ല സിനിമ ആയതുകൊണ്ട് ഓസ്കാറിന് വിട്ടു. അത് സംസ്ഥാന അവാർഡും ഇല്ല, ഒന്നുമില്ല. ഇതെന്ത് നീതിയാണ്? അതിനകത്ത് ഞാൻ പറയുന്നത് ആ സിനിമയ്ക്കകത്ത് നിർമ്മാതാവും ജൂഡും ഗുരുതരമായ പിശക് ചെയ്തു. അവർ DYFI സഖാക്കൾ നടത്തുന്ന രക്ഷാപ്രവർത്തനം, നക്ഷത്രാങ്കിത ശുഭ്രപതാക ഇതൊക്കെ കാണിക്കുകയും ഇവിടെ ചെയ്തിരുന്നെങ്കിൽ, എന്നിട്ട് ഈ നാടിനൊരു ക്യാപ്റ്റനുണ്ട്, അത് ഈ കപ്പൽ മുങ്ങാതെ നോക്കും എന്നൊക്കെ 2-3 ഡയലോഗ് അടിക്കുകയും ചെയ്തു. ഒരു സംശയമില്ല, ഈ അവാർഡ് മുഴുവൻ 2018 കിട്ടിയത്. ഇനിയെങ്കിലും പഠിക്കണം പ്രിയപ്പെട്ട ജൂഡ്, പ്രിയപ്പെട്ട വേണുചേട്ടൻ. ഇങ്ങനെ ഈ
പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്ന നടുമുറി തിന്നണമെന്ന് പറയുന്നുണ്ട്. നടുക്കഷ്ണം പക്ഷെ അതിൽ എന്ന് പറയും, പക്ഷെ അത് എല്ലാവർക്കും ഒന്നും പറ്റില്ല. ആത്മാഭിമാനമുള്ള ചില ആളുകൾ നമ്മുടെ നാട്ടിൽ ബാക്കിയുണ്ടാവും. അവർ അത്രയും കാര്യങ്ങൾ ചെയ്യുന്നു, അവരങ്ങനെ ചെയ്യും. അവർക്ക് ഈ അവാർഡുകളൊന്നും അല്ല കാര്യം. അവാർഡ് എന്നൊക്കെ പറയുന്ന ഒരു ഭരണകൂടം കൊടുക്കുന്ന അപ്പക്കഷ്ടം തന്നെയാണ്, സംശയമൊന്നുമില്ല. ജനങ്ങളാണ് യഥാർത്ഥ വിധികർത്താക്കൾ. യഥാർത്ഥ അവാർഡ് ജനങ്ങളുടെ ഹൃദയം നൽകുന്നതാണ്. അത് ഈ സിനിമയ്ക്ക് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ സിനിമ ഒരു അവാർഡ് കിട്ടിയില്ല എന്നതുകൊണ്ട് മോശം സിനിമയല്ല. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കണ്ട മഹത്തായ സിനിമയാണ്. അത് ഈ സത്യജിത് റായിയുടെ സിനിമ പോലെ ഒന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ കേരളീയരെ മുഴുവൻ കരയിപ്പിച്ച ആ സിനിമ കണ്ട് ഒരുപാട് പേര് കരഞ്ഞിട്ടുണ്ട്. അതാണ് ഈ സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡ്. വേണു കുന്നപ്പള്ളിക്കും ജൂഡിനും അഭിമാനിക്കാം. മലയാളത്തിൽ ഒരുപക്ഷെ ആകാശദൂതിന് ശേഷം മലയാളിയെ ഇതുപോലെ ചങ്കിടുപ്പ് കൂട്ടി കരയിച്ച ഒരു സിനിമ നിർമ്മിച്ച് നിങ്ങൾ മലയാളികളുടെ മനസ്സിൽ നിന്നും ഉണ്ടാവും. ഈ അവാർഡ് കിട്ടിയ പലരെയും ജനം മറന്നുപോയാലും 2018 അതിൻ്റെ ശില്പികളെയും മലയാളി എക്കാലവും ഓർമ്മിക്കും. അതിലും വലിയ അവാർഡ് നിങ്ങൾക്ക് വേണ്ടല്ലോ. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക, ജനങ്ങൾ കൂടെ ഉണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.